എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഷവായ ചിക്കൻ ആണ്. ഓവനും ഗ്രില്ലും ഇല്ലാതെ വീട്ടിൽ വളരെ ഈസിയായിട്ട് ടേസ്റ്റിൽ ഒട്ടും കുറവില്ലാതെ ഷവായ കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായി ഒരു ഫുൾ ചിക്കൻ സ്കിന്നോട് കൂടി എടുത്തിട്ടുണ്ട്. 1 കിലോക്ക് താഴെ തൂക്കം ഉള്ള ചിക്കൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കത്തി ഉപയോഗിച്ച് ചിക്കന്റെ എല്ലാ ഭാഗത്തും ഈ രീതിയിൽ ഒന്ന് കുത്തി ഹോൾസ് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് മസാല നന്നായി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചിക്കൻ മാറ്റി വെക്കാം. ആദ്യമായി ഒരു 15 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്ത് അരമണിക്കൂർ കുതിർക്കാനായി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 1 കഷ്ണം ഇഞ്ചി 4ആയി മുറിച്ചത്, തൊലി കളഞ്ഞ 15 ചീരുള്ളി, ചെറുതായി കട്ട് ചെയ്ത 1 തക്കാളി, 4 വലിയ അല്ലി വെളുത്തുള്ളി മുറിച്ചത്, 1 തണ്ട് മല്ലിയില, ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ബൗളിലേക്ക് മാറ്റാം. ഇനി നേരത്തെ കുതിർക്കാൻ മാറ്റി വെച്ച കാശ്മീരി മുളകും ഇതിലുള്ള വെള്ളത്തോടൊപ്പം അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. ചിക്കന്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ വേണം തേച്ച് പിടിപ്പിക്കാൻ. ഇനി ചിക്കൻ മിനിമം ഒരു 5 മണിക്കൂർ എങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കൻ 6 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ വെച്ചു കൊടുക്കാം. ഇറച്ചിയുള്ള ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാല ഒഴിച്ചു കൊടുക്കാം. ചിക്കന്റെ മുകളിലേക്ക് ഈ മസാല എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി കുക്കർ അടച്ചുവെച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചു എടുക്കാം. 4 വിസിൽ ആയിട്ടുണ്ട്. കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇത് കുക്കർ തുറന്നു നോക്കാം. ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തീ ഓഫ് ആക്കി കുക്കർ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കന്റെ 2 സൈഡും ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുക്കറിൽ ബാക്കിയുള്ള സ്റ്റോക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളപ്പിച്ച് ചെറിയ തീയിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ മസാല എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. 2 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്യണം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് പാൻ മാറ്റി വെക്കാം. സെർവ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തു വെച്ച് ഷവായയുടെ മസാല പാത്രത്തിലേക്ക് ഇട്ട ശേഷം 2 കുബൂസ് എടുത്ത് സൈഡിൽ വെക്കാം. ഇനി ചിക്കൻ പാത്രത്തിലേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത മല്ലിയില വിതറി കൊടുക്കാം. അവസാനമായി 2 പീസ് ചെറുനാരങ്ങ കൂടി വെച്ചതോടെ മസാല ഷവായ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ഷവായ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കൂടാതെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫ്രണ്ട്സ്.